Dear students, Algorithmic Thinking with Python Module 3 നമുക്കിന്ന് ലിസ്റ്റും ടപ്പിളും ഡിസ്കസ് ചെയ്യാം. So first list. A list is an ordered set of data values. Data valuesന്റെ ഒരു ordered set ആണ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിനെയും അല്ലെങ്കിൽ ഓരോ വാല്യൂസിനെയും എലമെന്റ്സ് അല്ലെങ്കിൽ ഐറ്റം എന്നാണ് പറയപ്പെടുന്നത്. ഈ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കോമ സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലിസ്റ്റിൽ നമുക്ക് ഏത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സും ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇൻറ്റിജേഴ്സ് ഉപയോഗിക്കാം, ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്ട്രിങ്സും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പ്രിന്റ് ലിസ്റ്റ് 1 ഇപ്പോൾ 10 എന്ന് പറയുന്ന ഇൻറ്റിജർ, ഹായ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്, അതുപോലെ 3.14 എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലിസ്റ്റ് പ്രിന്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ പ്രിന്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ഓഫ് ലിസ്റ്റ് 1 കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഇതിൻ്റെ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റയുടെ ടൈപ്പ് ലിസ്റ്റ് ആണെന്നും കാണാം. ഇനി നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഒരു ലിസ്റ്റിനകത്ത് തന്നെ വേറൊരു ലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 2, 4-നകത്തേക്ക് ഒരു 1, 3 എന്ന് പറയുന്ന ഒരു വേറൊരു ലിസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് ഓൾസോ ക്യാൻ ബി ബിൽഡ് ബൈ യൂസിങ് റേഞ്ച് ആൻഡ് ലിസ്റ്റ് ഫംഗ്ഷൻ. ഒരു ലിസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഡിജിറ്റ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 10. റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റി നമ്മൾ പഠിച്ചിരുന്നു ഫോർ ലൂപ്പ് പഠിച്ച സമയത്ത്. റേഞ്ച് ഓഫ് 10 മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, 0 മുതൽ n-1 വരെ, റേഞ്ച് k ആണെങ്കിൽ k-1 വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ ഇൻക്രിമെന്റ് വിത്ത് 1 വെച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. സോ ഡിജിറ്റ്സ് ഇസ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് റേഞ്ച് ഓഫ് 10 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, 0 മുതൽ 9 വരെ കോമ സെപ്പറേറ്റ് ചെയ്ത് നമുക്കൊരു ലിസ്റ്റ് കിട്ടുന്നതാണ്. ലിസ്റ്റ് ഓഫ് കൊടുക്കുന്നതുകൊണ്ട് അത് ലിസ്റ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി റേഞ്ച് ഓഫ് 1 to 11 കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇത് നമുക്കൊരു നാച്ചുറൽ നമ്പേഴ്സ് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മളിവിടെ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 11 ആണ് എൻഡ് നമ്പർ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് 10 വരെ ആയിരിക്കും അത് കിട്ടുക, k-1 വരെ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. അടുത്തത് ഇവിടെ റേഞ്ചിനുള്ളിൽ 3 വാല്യൂസ് കൊടുത്തു. അപ്പോൾ തേർഡ് വൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, സ്റ്റെപ്പാണ്. നമുക്ക് 10 മുതൽ 50 വരെ നമുക്ക് എന്ത് ചെയ്യണം, ഉള്ള വാല്യൂസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം, ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഇൻക്രിമെന്റ് വിത്ത് 5 ആയിരിക്കണം. അപ്പോൾ 10 കഴിഞ്ഞാൽ പിന്നെ എന്ത് വരുള്ളൂ, 15. ആ ഒരു രീതിയിലായിരിക്കും വരിക. ഇനി നമുക്ക് ഒരു ലിസ്റ്റിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന, എല്ലാ ലിസ്റ്റിലാണെങ്കിലും സ്ട്രിങ്ങിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്ന കീവേഡ് ലെൻ ആണ്. ലെൻ ഓഫ് ഈ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ നമ്മുടെ ലിസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത്തും കിട്ടും. ലെങ്ത് ഇവിടെ എത്ര വരുന്നുണ്ട്, 8 ആണ് ഇതിൻ്റെ ലെങ്ത് ആയിട്ട് കാണുന്നത്. ഇനി നമ്മൾ സ്ട്രിങ്ങിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ലിസ്റ്റിലെ എലമെന്റ്സിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻഡെക്സിങ് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ന്യൂവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എലമെന്റ് 10, 20. അടുത്തത് എന്താണ്, ഒരു നെസ്റ്റഡ് ലിസ്റ്റ് ആയിട്ട് ഇത് ഒരെണ്ണമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. 25, 30 എന്ന് പറയുന്ന ഒരെണ്ണം, ദെൻ 40. അപ്പോൾ ഇതിൻ്റെ ഇൻഡെക്സിങ് എങ്ങനെയാണ്, നമ്മുടെ സ്ട്രിങ്സിലൊക്കെ നോക്കിയ പോലെ തന്നെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്ത് 0th 1, ഫസ്റ്റ് 1, സെക്കൻഡ് 1, തേർഡ് 1 അങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. ഫസ്റ്റ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ആണ്. ലെങ്ത് 1, 2, 3, 4 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ന്യൂവെസ്റ്റ് ഓഫ് 0th പൊസിഷനിൽ എന്താണ്, 10 ആണ്. ഫസ്റ്റ് പൊസിഷനിലുള്ളത് 20 ആണ്. സെക്കൻഡ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അതെന്താണ്, 25, 30 ആണ്. ഇനി നമുക്ക് നെഗറ്റീവ് ഇൻഡെക്സിങ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ലാസ്റ്റ് 1 വേണ്ടിവരും -1. ന്യൂവെസ്റ്റ് ഓഫ് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 1 ആയിരിക്കും. -2 എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും, -3, 20 ആയിരിക്കും. ഇനി നമുക്കിതിൽ ഇല്ലാത്തൊരു വാല്യൂസ് ആണ് നമ്മളോട് പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇൻഡെക്സിങ് 0, 1, 2, 3 വരെ ഉള്ളൂ. 4th 1 ചോദിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, ഇറ്റ് വിൽ ബി ആൻ എറർ. അപ്പോൾ നമ്മുടെ ന്യൂവെസ്റ്റ് ഓഫ് 4 നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതെന്തായിരിക്കും, നമുക്ക് ഔട്ട് ഓഫ് റേഞ്ച് ആണ്. അങ്ങനെ ഒരു വാല്യൂ നമുക്ക് 4th എലമെന്റ് ഇതിനകത്ത് ഇല്ല. 0, 1, 2, 3. ഇനി അടുത്തത് ലിസ്റ്റ് കോംപ്രഹെൻഷൻ ആണ്. ഇത് നമുക്ക് അറിയുവാണെങ്കിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിനൊക്കെ എളുപ്പമായിരിക്കും. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, ഇപ്പം നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറെൻ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോവാണ്,
ഓഡ് നമ്പേഴ്സിന് നമുക്ക് പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ ലിസ്റ്റിൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ഓഡ് നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യണം. ഓഡ് നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ നമുക്ക് അറിയാം എന്താണ് അതിൻ്റെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 അല്ല എങ്കിൽ അതെന്താണ്, ഓഡാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 അല്ല എന്നുള്ളത് നമ്മൾ എങ്ങനെ പറയും, ഡിവൈഡഡ് ബൈ 2 മോഡ് വാല്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. എ മോഡ് ബി എന്ന് വെച്ചാൽ എയെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, റിമൈൻഡർ ആയിരിക്കും അതിൻ്റെ ആൻസർ. നമ്മുടെ നോർമൽ ബൈ ചെയ്യുന്ന അല്ല ചെയ്യുന്നത്. പെർസെൻറ്റേജ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡാണ്. അതെന്തായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്, റിമൈൻഡർ വാല്യൂ ആയിരിക്കും. സോ നമുക്ക് ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിലെ ഓരോ വാല്യൂനെയും എടുക്കണം. സോ നം ഫോർ നം ഇൻ നമ്പേഴ്സിലുള്ള ഓരോ വാല്യൂസിനെയും എടുക്കാൻ നമുക്ക് എങ്ങനെ സിൻടാക്സ് കൊടുക്കാം, നം ഫോർ നം ഇൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഐ ഫോർ ഐ ഇൻ നമ്പേഴ്സ് ഇഫ് ഐ മോഡ് 2 നോട്ട് ഈക്വൽ ടു 0. ഇവിടെ വേരിയബിൾ ആയിട്ട് എക്സ് നം എടുത്തു, അല്ലെങ്കിൽ നമുക്ക് എക്സ് എടുക്കാം, ഇത് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സോ നം ഫോർ നം ഇൻ നമ്പേഴ്സ് ഇഫ് നം ഡിവൈഡഡ് ബൈ 2 നോട്ട് ഈക്വൽ ടു 0. എക്സ്ക്ലമേറ്ററി മാർക്ക് ഈക്വൽ ടു അതിൻ്റെ മീനിങ് എന്തായിരുന്നു, നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുക, ആ നമ്പേഴ്സിനെ എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യണം, അത് ഓഡിലേക്ക് സേവ് ചെയ്യാണ്. ഓഡ് ഈക്വൽ ടു ഇതാണ് കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. ആ പ്രിന്റ് ഓഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പേഴ്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈവൺ നമ്പേഴ്സിന് എന്തായിരിക്കും, ഇഫ് നം മോഡ് 2 ഡബിൾ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് ഈവൺ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിനകത്തുള്ള എല്ലാ ഈവൺ നമ്പേഴ്സും കിട്ടണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ 10 മുതൽ 100 വരെയുള്ള എല്ലാ ഈവൺ നമ്പേഴ്സും വേണം. അപ്പോൾ നം ഫോർ നം ഇൻ നമ്പേഴ്സ് നമ്മളിവിടെ ഓൾറെഡി കൊടുത്തതായിരുന്നു. ഇവിടെ നമ്മൾ എന്തെടുക്കുകയാണ്, ഇൻ റേഞ്ച് ബിറ്റ്വീൻ 10 to 100 എടുക്കുന്നു. ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, കണ്ടീഷൻ നം മോഡ് 2 ഡബിൾ ഈക്വൽ ടു 0. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈക്വൽ ടു 0 ആവുന്നതെല്ലാം എവിടത്തേക്ക് സേവ് ചെയ്യും, ഈവൺ നമ്പർ ഈവൺ 2 ഡിജിറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്യുന്നു. അത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 10 മുതൽ 100 വരെയുള്ള എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്ത് കിട്ടും, എല്ലാ ഈവൺ നമ്പേഴ്സും പ്രിന്റ് ചെയ്ത് കിട്ടും. ലിസ്റ്റിൽ നടക്കുന്ന കുറച്ച് ഓപ്പറേഷൻസ് കൊടുക്കാം. ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ കോൺകാറ്റിനേഷൻ ആണ്. കോൺകാറ്റിനേഷൻ എന്ന് പറയുമ്പോൾ 2 ലിസ്റ്റ് തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഓഡ് നമ്പേഴ്സും അടുത്തത് ഈവൺ നമ്പേഴ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് എടുക്കാം. ഇത് ഓർഡറിലല്ല വരിക, ഇത് പ്ലസ് അടുത്തതിനെയായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് വെക്കുകയുള്ളൂ. അടുത്തത് നമുക്ക് ഒരു കമ്പാരിറ്റീവ് ഓപ്പറേഷൻ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ E1 എന്ന് പറഞ്ഞിട്ട് 2 4 6 8 എടുത്തിട്ടുണ്ട്. വേറൊരു നമ്പേഴ്സും 2 4 6 8, വേറൊരു ലിസ്റ്റും 2 4 6 8 എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ഈ രണ്ടും ഓരോന്നും കറസ്പോണ്ടിങ് വാല്യൂസ് എലമെന്റ്സ് ചെക്ക് ചെയ്ത് നോക്കും. ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അത് ട്രൂ ആണെന്ന് കിട്ടും. ഇവിടെ ഞാൻ 8ന് പകരം ഒരു 7 ഇട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് രണ്ടും ഈക്വൽ ആണോ, അല്ല. സോ ഇറ്റ് വിൽ ബി ഫോൾസ്. അതുപോലെ തന്നെ ഗ്രേറ്റർ ആണോ, ഇപ്പോൾ ഈക്വൽ ടു ചെക്ക് ചെയ്ത പോലെ തന്നെ കമ്പാരിറ്റീവില് ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്പേഴ്സും ഗ്രേറ്റ് ആണോ എന്ന് ചോദിക്കും. എല്ലാ നമ്പേഴ്സും ഗ്രേറ്റ് ആണെങ്കിൽ അത് ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു പ്രൈമിലേക്ക് നമ്മൾ 2 3 4 2 3 5 കൊടുത്തു. വേറൊരു വേരിയബിളിലേക്ക് 2 4 6 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. നമ്മൾ ഗ്രേറ്റർ ആണോ എന്ന് നോക്കി. ഗ്രേറ്റർ അല്ല എങ്കിൽ അതെന്ത്, ഗ്രേറ്റർ അല്ല. കാരണം എന്താണ്, പ്രൈമിലെ 2 സിമിലർ വാല്യൂസ് ആണ്. 3 എന്ന് പറയുന്നത് എന്താണ്, 3ഉം 4ഉം കമ്പയർ ചെയ്യുന്ന സമയത്ത് 4 ആണ് ഗ്രേറ്റർ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി, ഫോൾസ് എന്ന് കിട്ടി. ഇനി ലെസ് ആണോ എന്ന് നോക്കാം. ലെസ് ആണോ നോക്കി. പ്രൈം എന്ന് പറയുന്നത് ഈ പ്രൈം എന്ന് പറയുന്ന ലിസ്റ്റ് E1 എന്ന് പറയുന്ന ലിസ്റ്റിനേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ട്രൂ എന്ന് കിട്ടും. ഇനി ലിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ലിസ്റ്റ് ആർ മ്യൂട്ടബിൾ. ലിസ്റ്റ് ആർ മ്യൂട്ടബിൾ, ഇമ്മ്യൂട്ടബിൾ 2 ടേമാണ് നമ്മൾ പൈത്തണിൽ കേൾക്കുന്നത്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സിങ് ഉപയോഗിച്ച് നമുക്ക് അതിലുള്ള വേരിയബിളിനെ, അതിനകത്തുള്ള എലമെൻസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് മ്യൂട്ടബിൾ. ഇപ്പോൾ E1 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 2 4 5 8. ഇതിൽ സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂവിനെ E1 ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ഈ 5നെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, 6 വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അങ്ങനെ അത് പറ്റുമെങ്കിൽ അതെന്താണ്, ഇറ്റ് ഈസ് മ്യൂട്ടബിൾ.
ഇനി അങ്ങനെ പറ്റിയില്ല എങ്കിൽ അതെന്താണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. ഇനി ഇവിടെ 6ന് പകരം ഞാൻ 9 വെച്ച് റീപ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ളതിന് എന്താകും, 9 വെച്ച് റീപ്ലേസ് ചെയ്യപ്പെടും. ഇത്രയാണ് ബേസിക് ആയിട്ട് ലിസ്റ്റിനകത്ത് പഠിക്കാനുള്ളത്. അടുത്തത് ടപ്പിൾ. ടപ്പിളും ലിസ്റ്റ് പോലെ തന്നെ ഓർഡേർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റ് തന്നെയാണ്, ഒരു ടൈപ്പ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ലിസ്റ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് കണ്ടന്റ് കനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്. വൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കിതിനെ ഇൻഡെക്സിങ് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ലിസ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ടപ്പിൾ എന്തായിരിക്കും, നോർമൽ ബ്രേസസ് വെച്ചിട്ട്, പാരന്തസിസ് വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. T = 10, 20, 30 എന്ന് പറയുന്ന ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് തരും. ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ഇറ്റ് ഈസ് ടപ്പിൾ. ഇനി നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ പ്രത്യേകത, ടപ്പിൾ എന്താണ്, ഇമ്മ്യൂട്ടബിൾ ആണ്. ലിസ്റ്റ്, ഇനി അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് നോക്കുകയാണ്. ലൈക്ക് ലിസ്റ്റ്, ടപ്പിൾസ് ആർ ഓർഡേർഡ് and we can access their elements using their index values. We cannot update item to a tuple once it is created. Tuples cannot be appended or extended. Tuples നമുക്ക് append ചെയ്യാനോ extend ചെയ്യാനോ പറ്റില്ല. We cannot remove item from tuple once it is created. Once create ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള എലമെൻസിനെ റിമൂവ് ചെയ്യാനും പറ്റില്ല. ഇവിടെ ഇൻഡെക്സിങ് നമ്മൾ ആക്സസ് എങ്ങനെ ചെയ്യുന്നു, T of 1 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലുള്ള 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിലുള്ള 2 പ്രിന്റ് ചെയ്ത് കിട്ടും. നമ്മൾ ഇൻഡെക്സിങ് ഏതുപോലെ തന്നെയാണ് നമ്മളുടെ ചെയ്ത കേസിലുള്ള ലിസ്റ്റ് ചെയ്ത അതേപോലെ തന്നെയാണ് വരുന്നത്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് പറഞ്ഞു ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. ഇമ്മ്യൂട്ടബിൾ നിന്ന് T of 1 എന്ത് വരും, 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിൽ 2നെ റീപ്ലേസ് ചെയ്ത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, 100 വെച്ച് റീപ്ലേസ് ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പറ്റില്ല. എന്തുകൊണ്ടാണ്, ടപ്പിൾ ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെന്റ്. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ടപ്പിൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇത് ഇമ്മ്യൂട്ടബിൾ ആണെന്ന് പറയുന്നത്. ഇനി ഒരു ലിസ്റ്റിനെ നമുക്ക് ടപ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്, സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ്. ടപ്പിൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി മാറും, ടപ്പിളായി മാറും. അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.